അവൻ്റെ മനസ്സ് കല്ലാണ്, കഠിന ഹൃദയനാണ്. നമ്മൾ മലയാളത്തിൽ പറയാറില്ല, പല അറബികളും നമ്മളോട് പെരുമാറുമ്പോൾ നമ്മളെ സ്വഭാവത്തെ അവർ വിലയിരുത്തുന്നത് കൊണ്ടാണിരിക്കും അങ്ങനെ കേട്ടോ. നമ്മളൊരാളെ വ്യക്തമായി കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അറബിയെ പറ്റി പറയണം, അവനാകെ മനസ്സ് ഭയങ്കര കല്ലാൽ, മനസ്സ് ഒരു ഉറച്ച ഒരാളാണ് എന്നൊക്കെ പറയുമല്ലോ. ഇത് സോഫ്റ്റ് ആയ ആളാണ്, നല്ല ലോലമായ മനസ്സിൻ്റെ ഉടമയാണെന്ന് എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകും. ഞാൻ പിന്നെ പറയാം. ഇപ്പം നമുക്ക് എന്താ പറയുക, മനസ്സ് ഭയങ്കര കുടുസാണ്, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എൻ്റെ മുദീർ എന്ന് പറയണം. അതെങ്ങനെയാണ് പറയുക? അതിന് 3-4 വേർഡ് നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പറയാം ഹാദ റജുൽ ഖാസി, ഗൽബു ഖാസി എന്ന് വേണേൽ പറയാം. ഗൽബു ഖാസി, അവൻ്റെ മനസ്സ് എന്താണ്? ഖാസി എന്നാണ്. ഈ ഖാദി എന്നല്ല കിട്ടും. അപ്പോൾ റമദാനിൽ മാസം ഉറപ്പിക്കുമ്പോൾ ഒരു ഖാസി എന്ന് പറയാറുണ്ട്. ആ സാധനം അല്ലത്, ഇത് ഖാസി എന്ന്. കൽബു ഖാസി. കസ്വത്തുൽ കൽബ്, ഖുർആനിൽ വരെയുള്ള ഒരു വാക്കാണിത്. കസ്വത്തുൽ കൽബ്, ഹൃദയം ഉറച്ചു പോവുക, ഹൃദയം കഠിനമാവുക എന്നാണ് കസ്വത്തുൽ കൽബ്. അതൊരു യഥാർത്ഥ വാക്ക് തന്നെയാണ്. ആ വാക്ക് വെച്ചിട്ടാണ് പറയുന്നത് ഹാദ ഖാസി, അത്ര മാത്രം. ഹാദ ഗാസി, ഹാദ റജുൽ മുസൈൻ ഗാസി. എന്താണ് പറയുക? ഗാസി. നമ്മൾ വിചാരിക്കും നല്ല ഒരു വിശേഷണമാണ്, തെറ്റായ വിശേഷണമാണ് ഗാസി. ഓക്കെ, ഗാസി എന്ന് പറയാം. നീ ആകര് ഹുവ ഗാസി. ഓക്കെ, അപ്പൊ കസ്വത്തുൽ കൽബ് എന്നതിനാണ് ഗാസി എന്ന് പറയാം. ക എന്നതിന് ഗ എന്നാക്കി പറയാം. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഒരു വേർഡ് നമുക്ക് അതിലേക്ക് പറയാം, ജാമിദ് എന്ന് പറയാം. ഓക്കെ, ഗൽബു ജാമിദ് എന്നാൽ ഉറച്ച മനസ്സുള്ള ആൾ എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ് കോർണറിലല്ല ഉള്ളത് അവന്. എന്താണ് ഗാസി എന്നതുപോലെ ജാമിദ് എന്ന് പറയാം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു വാക്ക് എന്താ നമുക്ക് പറയാനുള്ളത്? എന്താണ്? നമുക്ക് അത് കഠിനമായ മനസ്സുള്ള ആൾ. ഗൽബു ഹാദ ഷദീദ്. ഈ ഷദീദ് പല മീനിങ്ങിലും ഉപയോഗിക്കും കേട്ടോ. അയാൾ വളരെ പവറുള്ള ആളെന്ന അർത്ഥത്തിനും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സാഹചര്യം അനുസരിച്ച് വേർതിരിച്ചെടുക്കേണ്ടതുണ്ട്. ഷദീദ്, ഗൽബു ഷദീദ്, വെരി സ്ട്രോങ് ആണ്, വെരി പവറുള്ള ആളാണ്, അല്ലെങ്കിൽ ഭയങ്കര ശക്തമായ ദേഷ്യപ്പെടുന്ന ആളാണ്. ഈ സ്ഥാനത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ഷദീദ് എന്ന് പറയാം. ഹാദ ഷദീദ്, അൻത ഷദീദ്, നീ ഒരു സോഫ്റ്റ് അല്ല, അൻത ഷദീദ്, ശക്തനാണ് എന്ന അർത്ഥത്തിനല്ല, കഠിനമായ ഹൃദയമുള്ളവനാണ്, അങ്ങനെ ഉപയോഗിക്കാം. അത് വ്യത്യസ്ത അർത്ഥമുണ്ട് അതിന്. നാലാമത്തെ ഒന്ന്, അപ്പം നമ്മളെന്താ പറഞ്ഞ? ഖാസി പറഞ്ഞു, മറ്റൊന്ന് ജാമിദ് പറഞ്ഞു, വേറൊന്ന് ഷദീദ് പറഞ്ഞു. ഇനി നാലാമത്തെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ ഗാസി എന്ന് പറയുന്നത് പോലെ തന്നെ ഇയാളുടെ എന്താണ് കാടനാണെന്നൊക്കെ പറയുമല്ലോ, അതേപോലെ ആളൊരു കാടനാണ്. നമ്മൾ കാടൻ, ഒരു നാടനെന്നല്ല, ഒരു കാടനാണ്. അതിന് പറയുക വഹ്ഷി എന്നാണ്. എന്താണ് പറയുക? വഹ്ഷി എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം മൃഗങ്ങളൊക്കെ, കാട്ടിലുള്ള മൃഗങ്ങൾക്ക് വഹ്ഷി എന്ന് പറയും. ഹാദ വഹ്ഷി എന്ന് പറയും. ഹാദ മുതവഹിഷ് അല്ലെ വഹ്ഷി എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ കുറേ വേർഡുകൾ അവരുടെ വാക്ക് നാവിൽ നിന്ന് ഇത്തരം ഘട്ടത്തിലൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പം ഗൽബു ഗാസി എന്നും ഗൽബു ജാമിദ് എന്നും, അവൻ്റെ മനസ്സ് ഉറച്ചിരിക്കുകയാണ്. ഗൽബു ഷദീദ് എന്നൊക്കെ പറയുന്ന കൂടെ ആ വ്യക്തിയെക്കുറിച്ച് ഗൽബ് കൂട്ടാതെ നിങ്ങൾക്ക് എന്താക്കുക? ഈ വേർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു വിവരമല്ലേ? ഇത്തരം കൃത്യമായ അറബികൾ പരസ്പരം പറയുന്ന വേർഡാണ്. നമ്മളോടൊരു പറയൂല, പറഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവില്ല. അതായത് നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് മനസ്സിലാവില്ലായിരിച്ചാൽ നമ്മളത് കേൾക്കൂല അധികം. അങ്ങനെ പറയുമ്പോൾ ഇത്തരം വേർഡുകളെ തിരിച്ചു പറയാൻ, അത് കുറച്ച് വിട്ടെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അടി കിട്ടും. ഞാൻ പറയാൻ പറ്റിയ ഇത്തരം വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ അറബിക് യൂനി കഴിഞ്ഞ 10 വർഷമായി ഫീൽഡിലുണ്ട്. നമ്മൾ അറബിക് യൂനി പുതിയ ബാച്ച് ഈ ആഴ്ച തുടങ്ങുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നു. ഏകദേശം 310 ബാച്ച് നമ്മൾ പിന്നിടുകയും ഏകദേശം 35,000-ഓളം ആളുകൾ പഠിച്ചിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഈ അക്കാഡമിയുടെ കോഴ്സിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവിധ ആശംസകളും. ശുക്രൻ ഹുസ്ൻ ഇസ്തിമാഅക്കും വനതവാസൽ മഅക്കും. മഅസ്സലാമ.